അമ്മേ, ഞാനിറങ്ങാട്ടോ. മുറ്റത്തേക്കിറങ്ങി ചേരിപ്പിടുന്നതിനിടയിൽ അഞ്ജലി വിളിച്ചു പറഞ്ഞു. ശരി മോളെ, സൂക്ഷിച്ചു പോ. പുറത്തേക്ക് വന്ന സുധയെ നോക്കി ഒന്ന് ചിരിച്ചിട്ട് അഞ്ജലി വഴിയിലേക്കിറങ്ങി വേഗത്തിൽ നടന്നു. ടൗണിൽ തന്നെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലെ നേഴ്സാണ് അഞ്ജലി. 9 മണിക്ക് ഡ്യൂട്ടിക്ക് കയറേണ്ടതാണ്. ഉറക്കം ലേശം കൂടുതലായതുകൊണ്ട് ഇറങ്ങുമ്പോൾ താമസിക്കും. പിന്നെ ഓടിയാണ് ബസ് സ്റ്റോപ്പിലെത്തുന്നത്. വാച്ചിൽ സമയം ഒന്നുകൂടി നോക്കി അവൾ കുറച്ചുകൂടി വേഗത്തിൽ നടന്നു. മണ്ണിട്ട റോഡ് കഴിഞ്ഞ് തെങ്ങിൻ തോപ്പ് കടന്ന് പാലത്തിലെത്തിയതും കലുങ്കിൽ നിരന്നിരിക്കുന്നവരെ കണ്ട് അവളൊന്ന് നിന്നു. സ്ഥിരമായിട്ടുള്ളതാണ്. ശരിക്കു പറഞ്ഞാൽ പ്രത്യേകിച്ച് പണിയൊന്നുമില്ലാത്ത നാട്ടിലെ ചെറുപ്പക്കാർ 2-3 ഗ്യാങ് ഉണ്ട് നാട്ടിൽ. അതിലൊന്നാണ് ഇപ്പോൾ അവിടെ കൂടിയിരിക്കുന്നത്. അവർക്ക് മുന്നിലൂടെ പോവുക എന്ന് വെച്ചാൽ ലേശം കഷ്ടമുള്ള കാര്യം തന്നെയാണ്. നോക്കി നോക്കി അങ്ങ് വരെ കൊണ്ടേ വിടും. പോകാതെ പറ്റില്ലല്ലോ. ചുറ്റിലും നോക്കാതെ അഞ്ജലി അവർക്ക് മുന്നിലൂടെ വേഗത്തിൽ നടന്നു. അഞ്ജലി, 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 പുഷ്പാഞ്ജലി. പുറകിൽ നിന്ന് ഉറക്കെയുള്ള പാട്ട് കേട്ട് അവളൊന്ന് തിരിഞ്ഞു നോക്കി. കൂട്ടത്തിലെ സുരേഷ് എന്ന് പറയുന്നവനാണ് പാടുന്നത്. തിരിഞ്ഞു 2 പറയാൻ നാവ് തെരിച്ചെങ്കിലും അവൾ അടക്കി പിടിച്ചു. അച്ഛൻ എപ്പോഴും പറയും അവരോടൊന്നും ഒന്നിനും പോവരുതെന്ന്. മോശം സ്വഭാവക്കാരാണെന്ന്. ഇതിലും കൂടിയ ഇനങ്ങൾ വേറെയുമുണ്ട് നാട്ടിൽ. ശാലിനി ചേച്ചിയെ. അവന്മാരുടെ വിളിയൊച്ച കേട്ട് അഞ്ജലി ഒന്നുകൂടി തിരിഞ്ഞു നോക്കി. ചുവപ്പ് സാരി ഉടുത്ത് കുഞ്ഞൊരു പേഴ്സ് അടക്കി പിടിച്ച് തനിക്ക് പിന്നാലെ നടന്നു വരുന്നവളെ കണ്ട് അഞ്ജലിയുടെ മുഖം ദേഷ്യവും വെറുപ്പും കൊണ്ട് കോടി. ചേച്ചിയെ ഒന്ന് നോക്കിയിട്ടൊക്കെ പോ. അവന്മാർ വീണ്ടും വിളിച്ചു കൂവുന്നുണ്ട്. നിന്നെയൊക്കെ കണ്ടു മടുത്തടാ. ശാലിനിയുടെ മറുപടിയും കേൾക്കാം. ചെവി കൊട്ടിയടച്ചു പിടിച്ച് അഞ്ജലി മുന്നോട്ട് നടന്നു. കൊച്ചേ, ഒന്നവിടെ നിന്നേ. പിന്നിൽ നിന്ന് ശാലിനിയുടെ വിളിയും ഒപ്പം അവളും ഓടി അഞ്ജലിക്കടുത്തെത്തി. എന്താ? വിളിച്ചതൊട്ടും ഇഷ്ടപ്പെടാതെ അഞ്ജലി തിരക്കി. കൊച്ചിൻ്റെ ആശുപത്രിയിൽ ഈ ഗൈനക്കോളജി നല്ല ഡോക്ടറുണ്ടോ? ഉണ്ടെങ്കിൽ. അവൾക്കൊപ്പം നടക്കാൻ ഒട്ടും ഇഷ്ടപ്പെടാതെ അഞ്ജലി വേഗത്തിൽ മുന്നോട്ട് നടക്കുന്നതിനിടയിൽ ചോദിച്ചു. എനിക്കൊന്ന് കാണാനായിരുന്നു. എന്നുണ്ടാകുമോ? അഞ്ജലിക്കൊപ്പം തന്നെ നടന്നുകൊണ്ട് അവൾ വീണ്ടും ചോദിച്ചു. കനത്തിലൊന്ന് മൂളി അഞ്ജലി. ശാലിനി ഇങ്ങനെ കൂടെ നടക്കുന്നതിൽ വല്ലാത്ത അസ്വസ്ഥത തോന്നിയ അഞ്ജലിക്ക്. ആരെങ്കിലും കണ്ടാൽ അങ്ങനെ ചിന്തിക്കാൻ കാരണവുമുണ്ട്. കാഴ്ചയിൽ വലിയ പ്രായമൊന്നും പറയാത്ത അത്യാവശ്യം കാണാൻ ഭംഗിയുള്ള ഒരു സ്ത്രീയാണ് ശാലിനി. പക്ഷേ നാട്ടിൽ അവർക്കൊരു പേരുണ്ട്, അഭിസാരിക. ഇത്തിരി കൂടി വേഗത്തിൽ നടന്ന് അവരെ പിന്നിലാക്കാൻ ശ്രമിച്ചു അവൾ. ഒത്തിരി ആയോ അവിടെ ജോലിക്ക് പോകാൻ തുടങ്ങിയിട്ട്? സംസാരം ദീർഘിപ്പിക്കാനായി ശാലിനി അവളുടെ പിന്നാലെ തന്നെ വന്നുകൊണ്ട് ചോദിച്ചു. കുറച്ചായി. ഇഷ്ടക്കേട് ഒട്ടും മറച്ചു വെച്ചില്ല അഞ്ജലി. പ്രൈവറ്റ് ആയതുകൊണ്ട് അവിടെയൊക്കെ നല്ല പൈസ ആകുമായിരിക്കും അല്ലേ ഡോക്ടറെ കാണാൻ? ചോദ്യം തുടർന്നതും അഞ്ജലിയുടെ ക്ഷമ നശിച്ചു. എൻ്റെ പൊന്നു ചേച്ചി, ചേച്ചിക്ക് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ വന്ന് ചോദിക്കണം, അല്ലാതെ വഴിയിൽ വെച്ച് എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല. ശാലിനി അതിന് നന്നായി ഒന്ന് ചിരിച്ചു. അല്ല കൊച്ചേ, ഞാനും അങ്ങോട്ടാ. അപ്പോൾ ഒന്ന് അറിഞ്ഞിരിക്കാമല്ലോ എന്ന് കരുതി. കൂടുതലൊന്നും കേൾക്കാൻ നിൽക്കാതെ അഞ്ജലി മുന്നോട്ട് നടന്നു. അവളുടെ ഇഷ്ടക്കേട് മനസ്സിലാക്കിയിട്ടോ എന്തോ ശാലിനി നടത്തം പതിയാക്കി. നടന്ന് അമ്പലത്തിൻ്റെ മുന്നിലെത്തിയതും അഞ്ജലി ഒരു നിമിഷം അവിടെ നിന്നൊന്ന് പ്രാർത്ഥിച്ചു. ഇന്നിത്തിരി വൈകിയത് കൊണ്ടാണ് കേട്ടോ കണ്ണാ, പുറത്തേക്കണേ. മൗനമായി പറഞ്ഞിട്ട് അവൾ മുന്നോട്ട് നടന്നു. സമയമുണ്ടെങ്കിൽ രാവിലെ കയറി തൊഴുതിട്ട് പോകുന്നതാണ്. ഓടി നടന്നും അഞ്ജലി ബസ് സ്റ്റോപ്പിൽ എത്തിയപ്പോഴേക്കും ആളെ കയറ്റി ബസ് മുന്നോട്ടെടുത്തിരുന്നു. പോകല്ലേ, നിക്ക്. കൈ ഉയർത്തി പറഞ്ഞുകൊണ്ട് അവൾ ആകുന്ന വിധത്തിൽ അവൾ മുന്നോട്ടോടി. ഭാഗ്യത്തിന് അവൾ ഓടി വരുന്നത് കണ്ടൊരാൾ റോഡിൽ തട്ടി ബസ് നിർത്താൻ ആവശ്യപ്പെട്ടു. ചെകുത്താൻ ഇന്ന് കറക്റ്റ് സമയത്താണല്ലോ. തിക്കിത്തിരക്ക് ഉള്ളിലേക്ക് കയറുന്നതിനിടെ അവൾ പിറുപിറുത്തു. ബസ്സിൻ്റെ പേരാണ് ഡബിൾ. സ്ഥിരമായി പോകുന്ന ബസ്സാണ്. ഇതിൽ പോയാൽ മാത്രമേ കറക്റ്റ് സമയത്ത് എത്താൻ പറ്റൂ. തിങ്ങിക്കൂടി നിൽക്കുന്ന ആളുകൾക്കിടയിലൂടെ അവൾ മുന്നോട്ട് നോക്കി. മുന്നിലായി സാരി ഉടുത്ത് മുടിമിടഞ്ഞിട്ട് കമ്പിയിൽ പിടിച്ചു നിൽക്കുന്ന യുവതിയിൽ അഞ്ജലിയുടെ നോട്ടം ചെന്നു. ഗൗരി ചേച്ചി. 1-2 വട്ടം അഞ്ജലി ശബ്ദമുണ്ടാക്കി നോക്കിയിട്ടും ഗൗരി തിരിഞ്ഞു നോക്കിയില്ല. അഞ്ജലിയുടെ വീട് കഴിഞ്ഞ് ഒരു വളവ് തിരിഞ്ഞ് ചെല്ലുന്നിടത്താണ് ഗൗരിയുടെ വീട്. മിക്കവാറും രാവിലെ ഒരുമിച്ചാണ് വരവ്. ടൗണിൽ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിലെ സെയിൽസ് ഗേളാണ് ഗൗരി. ഇങ്ങോട്ടേക്ക് താമസം മാറി വന്നിട്ട് കുറച്ചേ ആയുള്ളൂ. ഒന്ന് അങ്ങോട്ട് നീങ്ങി നിൽക്കണേ. ഫുട്ബോൾ കളിക്കാനുള്ള സ്ഥലമുണ്ടല്ലോ അവിടെ. സ്ത്രീകൾ നിൽക്കുന്നതിൻ്റെ പുറകിൽ വന്ന് കമ്പിയിൽ ചാരി നിന്നിട്ട് ജോബി വിളിച്ചു പറഞ്ഞു. ചെറിയ മുറുമുറുക്കലോടെ പെണ്ണുങ്ങൾ മുന്നോട്ട് കുറച്ചു നീങ്ങി. ഗൗരി ചേച്ചി. മുന്നോട്ട് ചെന്ന ആക്കത്തിൽ അഞ്ജലി വിളിച്ചു. വണ്ടിയിലെ ശബ്ദമുഖരിതത്തിൽ ഗൗരി അവളുടെ വിളി കേട്ടില്ല. അഞ്ജലി തിക്കിത്തിരക്ക് മുന്നോട്ട് ചെന്നു. ഇതെങ്ങോട്ടാ കൊച്ചി തള്ളിക്കയറുന്നേ? തൻ്റെ ദേഹത്തേക്ക് വന്നിടിച്ച അഞ്ജലിയെ ഒരു ചേച്ചി വാക്കുകൾ കൊണ്ട് പേടിപ്പിച്ചു. അവിടെ ഫുട്ബോൾ കളിക്കാൻ ഇടമുണ്ടെന്ന് ആ ചേട്ടൻ പറഞ്ഞു, നോക്കിയിട്ട് വരാം. അഞ്ജലി പറഞ്ഞതും കൂടി
പറഞ്ഞതും കൂടി നിന്നവർ പെട്ടെന്ന് ചിരിച്ചു. പുറകിൽ നിന്ന് അത് കേട്ട ജോബി അവളെ നോക്കി പേടിപ്പിച്ചു. ചുറ്റുമുള്ളവരുടെ ചിരി കേട്ട് ഗൗരിയും തിരിഞ്ഞു നോക്കി. അഞ്ജലിയെ കണ്ട് അവളൊന്ന് ചിരിച്ചു. അവൾ വന്ന് ഗൗരിയോട് ചേർന്ന് കമ്പിയിൽ പിടിച്ചു നിന്നു. ചേച്ചി ഇന്ന് നേരത്തെ ഇറങ്ങിയോ? ഞാൻ എന്നും വരുന്ന സമയത്ത് തന്നെയാ അഞ്ജുവാണ് താമസിച്ചത്. അതിന് അഞ്ജലി ഒന്ന് ചിരിച്ചു കാണിച്ചു. എണീക്കാൻ പറഞ്ഞാൽ കേൾക്കണ്ടേ? മുഷിപ്പോടെ അവൾ പറഞ്ഞു. ആര്? ഗൗരിയുടെ പുരുകമൊന്നും വളഞ്ഞു. ഞാൻ തന്നെ, അല്ലാതാര്? ഹായ് തമാശ. 5 മിനിറ്റ് താമസിച്ചാൽ ഹാഫ് ഡേ ആക്കുന്ന ഹോസ്പിറ്റലിലല്ലേ ജോലി ചെയ്യുന്നേ? ഇന്ന് എന്തായാലും ചെകുത്താൻ കിട്ടിയല്ലോ, സമാധാനം. നെഞ്ചിൽ കൈവച്ച് അഞ്ജലി ആശ്വസിക്കുന്നത് പോലെ കാണിച്ചു. വളഞ്ഞും തിരിഞ്ഞും ബസ് സ്റ്റാൻഡിലെത്തിയപ്പോൾ ധൃതി പിടിച്ച് ഓരോരുത്തരായി ഇറങ്ങിത്തുടങ്ങി. പുറകെ പോകുന്നവർ മുന്നേ പോകുന്നവരെ തള്ളിക്കൊണ്ടാണ് പോകുന്നത്. ഇത്രയ്ക്ക് തിരക്കുള്ളവർക്ക് മുന്നിലത്തെ ബസ്സിൽ പൊക്കൂടെ? തട്ടിത്തട്ടി നിലത്തേക്ക് ഇറങ്ങുന്നതിനിടെ അഞ്ജലി പിറുപിറുത്തു. ഫുട്ബോൾ കളിക്കാനുള്ള സ്ഥലം കണ്ടായിരുന്നോ കൊച്ചേ? പിന്നിൽ നിന്നൊരു ശബ്ദം കേട്ട് അവൾ തിരിഞ്ഞു നോക്കി. ജോബി ബസ്സിലേക്ക് ചാരി നിൽപ്പുണ്ട്. അടുത്തായി ഡ്രൈവർ കുട്ടൻ ചേട്ടനും കിളി ഉണ്ണിയും. തിരിഞ്ഞ് അവരോട് എന്തോ പറയാനാങ്ങിയിട്ട് പിന്നെ വേണ്ടെന്ന് വെച്ച് തിരിച്ചു നടന്നു. ചുമ്മാ പെൺപിള്ളേരോട് ഓരോന്ന് പറയല്ലേ ജോബി, കുട്ടൻ ചേട്ടൻ താക്കീത് ചെയ്തു. ജോബി അതിനൊന്ന് ചിരിച്ചു വിട്ടു. മുന്നേ നടന്നു പോകുന്ന ഗൗരിയുടെ പുറകെ ഓടിച്ചെന്നു അഞ്ജലി പിടിച്ചു നിർത്തി. അതെന്ത് പോക്കാ? ഞാനും അങ്ങോട്ടല്ലേ? അവൾ കെറിവിച്ചു. നീ അവരോട് വർത്താനമൊക്കെ പറഞ്ഞിട്ടേ ഉള്ളെന്ന് ഞാൻ കരുതി. കളിയാക്കിയതാണ്. അത് മനസ്സിലായതും അഞ്ജലിയുടെ മുഖം വീണ്ടും വീർത്തു. പിന്നെ ആ കുരങ്ങന്മാരോടല്ലേ വർത്താനം പറയുന്നത്? ഇഷ്ടക്കേടോടെ അവൾ മുഖം ചൊളിച്ചു. അതിന് ഗൗരി ഒന്ന് പുഞ്ചിരിച്ചു. ഗാഥ ഇന്നില്ലായിരുന്നോ ചേച്ചി? ബസ്സിൽ കണ്ടില്ലല്ലോ. അവൾക്ക് സ്പെഷ്യൽ ക്ലാസ് ഉണ്ടെന്ന് നേരത്തെ പോയി. ഓ, അഞ്ജലി തലകുലുക്കി. ഗൗരിയുടെ അനിയത്തിയാണ് ഗാഥ, +2 വിദ്യാർത്ഥിനി. സാധാരണ ഒരുമിച്ചാണ് മൂവരും പോകാറുള്ളത്. സ്പെഷ്യൽ ക്ലാസ് ഉണ്ടെങ്കിൽ ഗാഥ നേരത്തെ പോകും. എന്നാൽ പോട്ട് ചേച്ചി, വൈകിട്ട് നേരത്തെ ഇറങ്ങിയാൽ കാണാം. സെൻറ് മേരീസ് ഹോസ്പിറ്റലിന് മുന്നിലെത്തിയതും അഞ്ജലി പറഞ്ഞു. ശരി, പറ്റിയാൽ കാണാം. അഞ്ജലിക്ക് 6 മണി വരെയാണ് ഡ്യൂട്ടി. ഗൗരി ഇറങ്ങാൻ 6:30 തിരക്കില്ലെങ്കിൽ നേരത്തെ ഇറങ്ങിയാൽ ഇരുവരും ഒരുമിച്ചാണ് പോകാറുള്ളത്. ഗൗരി പോകുന്നത് നോക്കി അഞ്ജലി ഓടിയെന്ന പോലെ ഹോസ്പിറ്റലിൻ്റെ ഉള്ളിലേക്ക് കയറി. ഒപ്പിട്ട് തിരിച്ചു വന്ന ഡ്രസ്സ് മാറി ഡ്യൂട്ടിയിലേക്ക് കടന്നു. രാവിലെ നല്ല തിരക്കുണ്ട്. ഇനിയൊന്ന് വെള്ളം കുടിക്കണമെങ്കിൽ ഉച്ചയാകും. ഞായറാഴ്ച ഡോക്ടേഴ്സ് കുറവായതുകൊണ്ടാണ് തിങ്കളാഴ്ച ഇത്ര തിരക്ക്. ഡോക്ടർ വിസിറ്റിന് വരുന്നതിന് മുമ്പ് BP നോക്കാനുള്ളവരുടെയൊക്കെ നോക്കി പേഷ്യൻസ് റിപ്പോർട്ടൊക്കെ തയ്യാറാക്കി വെച്ചു അവൾ. കൂടെ നിത്യയുമുണ്ട്. അഞ്ജലി ജോലിക്ക് കയറിയ സമയത്ത് തന്നെയാണ് നിത്യയും ജോലിക്ക് കയറിയത്. അന്നു മുതലുള്ള കൂട്ടാണ് ഇരുവരും. കഴിച്ചില്ലേടി? ഒടിഞ്ഞുകുത്തി നിന്ന് എഴുതുന്നവളെ നോക്കി നിത്യ ചോദിച്ചു. ഓ, കഴിപ്പൊക്കെ നടന്നു. നിത്യയ്ക്ക് മറുപടി കൊടുത്ത് അടുത്ത് കിടന്ന കസാരയിലേക്ക് അവൾ ഇരുന്നു. ടേബിളിലേക്ക് ചാരി നിത്യയും. എടി പിള്ളാരെ, അറിഞ്ഞോ? ജനറലിൽ പുതിയ ഡോക്ടർ വന്നു. ഒരു ചുള്ളൻ. രാഖി ഓടി വന്ന് അവർക്കടുത്തേക്ക് നിന്ന് കിതച്ചു. അതിനിടയിൽ ഇത്രയും പറഞ്ഞൊപ്പിച്ചു. നിങ്ങൾ ഞാൻ പറഞ്ഞത് കേട്ടില്ലേ? രണ്ടുപേരും താല്പര്യമില്ലാതെ നിൽക്കുന്നത് കണ്ട് രാഖി ചോദിച്ചു. ഞങ്ങൾക്ക് നിന്നെ പോലെ വായ്നോട്ടമില്ല, നിത്യ പുച്ഛിച്ചു. ഓ പിന്നെ, 2 നിഷ്കുകൾ. വേണേൽ പോയി നോക്ക്. ഒരു കിടിലൻ ഡോക്ടർ ചെക്കനാണ് മക്കളെ. കണ്ണും കൈയും ഒരുപോലെ വിടർത്തി രാഖി പറയുന്നത് കേട്ട് ബാക്കി 2 പേർക്കും ഒന്ന് കണ്ടാൽ കൊള്ളാമെന്നായി. എവിടാ? അഞ്ജലി ചോദിച്ചു. ആ PROയുടെ മുറിയിലുണ്ട്. സമയം ഒന്ന് നോക്കി 3ഉം പുറത്തിറങ്ങി. PROയുടെ മുറിയുടെ വാതിൽക്കലേക്ക് നോക്കി നിന്നു. ഇത്തിരി കഴിഞ്ഞ് ഡോർ തുറന്ന് PRO അജിത് സാറിൻ്റെ മുറിയിൽ നിന്നിറങ്ങി വന്ന ചെറുപ്പക്കാരനെ കണ്ട് അഞ്ജലിയുടെ മുഖമൊന്ന് വിടർന്നു. തുടരും.